സ്വാന്തന സാജു, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പുകൾ എന്നതാണ് ആദ്യം അറിയേണ്ടത്. ഒപ്പം തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തിൽ മഴക്കെടുതി, മഴയുടെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് സ്വാന്തന? സുജയ, ഗുഡ് മോർണിംഗ്. സ്വാന്തന, വൈകുന്നേരമായി. ഗുഡ് ഈവനിംഗ്. രാവിലെ മുതൽ മഴയത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് സ്വാതന്ത്ര്യയുടെ ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാകും. അപ്പോൾ ഗുഡ് ഈവനിംഗ് ആണ്, വൈകുന്നേരമായി, സായാഹ്നമായി. അപ്പൊ തുടർന്നോളൂ, എങ്ങനെയുണ്ട്, മഴ പെയ്യുന്നുണ്ടോ? അതെ, രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ മഴ വാർത്തകളൊക്കെ കൊടുത്ത് ഇപ്പോഴും ഗുഡ് മോർണിംഗിൽ നിന്ന് ഇങ്ങോട്ട് പുറത്ത് വന്നിട്ടില്ല, അതായിരുന്നു സത്യം. പക്ഷെ നമ്മൾ സുജയ എന്തായാലും മഴയുമായി ബന്ധപ്പെട്ടുള്ള ഈ മുന്നറിയിപ്പുകളൊന്നും തന്നെ അവഗണിക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പോൾ പലയിടങ്ങളിലും മഴ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും അലേർട്ടുകളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തന്നെ ആയിരിക്കുമെന്നാണ്. ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന അതേ അലേർട്ട് തന്നെയാണ്. 3 ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ അലേർട്ടുകൾ തന്നെയായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലൊക്കെ തന്നെയും ഈ ജില്ലകളിൽ അതിതീവ്ര മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉച്ചയോടുകൂടി പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് വന്നിരുന്നു. നദികളിലൊക്കെ തന്നെയും ജലനിരപ്പ് ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നദീതീരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെയും അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നദികളിലേക്ക് ഇറങ്ങരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ കടൽ തീരത്തേക്ക് വരികയാണെങ്കിൽ എല്ലാ തീരപ്രദേശങ്ങളിലും ശക്തമായ രീതിയിലുള്ള കടലാക്രമണമാണുള്ളത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഞ്ചുതെങ്ങും, പൊഴിയൂരും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള കടലാക്രമണമാണ് ഉള്ളത്. പലയിടങ്ങളിലും റോഡിലേക്ക് അടക്കം വെള്ളം അടിച്ചു കയറുന്നുണ്ട്. ഇന്നലെയൊക്കെ തന്നെയും പലയിടങ്ങളിലും വീടുകൾ തകരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്രത്തോളം ഒരു വീടുകൾ തകരുന്ന അവസ്ഥയൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ കടൽക്ഷോഭം രൂക്ഷമാണ് എന്നുള്ളതാണ്. നാളെ രാത്രി വരെയും കേരള തീരത്ത് ഉടനീളം ഇത്തരത്തിൽ കടൽക്ഷോഭത്തിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന അലേർട്ടുകൾ പ്രകാരവും ഇപ്പോൾ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട 9 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള 9 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടും നൽകിയിട്ടുണ്ട് ഈ കടൽക്ഷോഭ സാധ്യത മുൻനിർത്തി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നും ഇപ്പോൾ മുന്നറിയിപ്പ് വരുന്നുണ്ട്. സുജയ, പിന്നെ തെക്കൻ കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു മഴക്കെടുതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും മരം വീണിട്ടുള്ള ഒരു നാശനഷ്ടങ്ങൾ തന്നെയാണുള്ളത്. കാരണം ശക്തമായ കാറ്റാണ്. പലയിടങ്ങളിലും 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റാണ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീണ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ ഓടിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോയ്ക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. 2 പേര് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 3 പേരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. 2 പേർക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകളും മറ്റും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും അങ്ങനെ മരം ഒടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെടുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി പോസ്റ്റുകൾ, KCBയുടെ നിരവധി വൈദ്യുത പോസ്റ്റുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പൊതുവിവരങ്ങളാണ് സ്വാന്തന നൽകിയത്.